ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ ദിവസമായി കണ്ടിട്ട്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ പതിവ് സ്ഥലത്ത് കിച്ചണിലാണ് കേട്ടോ. ഇന്ന് നല്ല കുറേ കുഴുവ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കണ്ടോ വെട്ടി നല്ല ക്ലീനാക്കി വെച്ചേക്കാണ്. കുറച്ചെടുത്ത് പീര വെക്കണം. ഞങ്ങളുടെ ഇവിടെയൊക്കെ പീര എന്നാണ് പറയുന്നത്, തേങ്ങയൊക്കെ അരച്ച്. അപ്പം കുറച്ചെടുത്ത് വറക്കണം. അപ്പം വൈകിട്ടത്തേക്കിനുള്ളതാണ് ഞാൻ വെക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ കണ്ടോണം. നിങ്ങളിങ്ങനെയാണോ വെക്കുന്നതെന്ന് നോക്കണം കേട്ടോ. അപ്പം അതിനായിട്ട് ഞാനുണ്ടല്ലോ തേങ്ങായും കാന്താരിമുളകും തേങ്ങായും ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് ചതച്ചു, ചെറിയുള്ളിയൊക്കെ ഇട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് പാത്രത്തിലോട്ട് ഇടാം. നല്ല രുചിയല്ലേ ഇത് വറുത്ത് കഴിക്കാനായിട്ട്. പീര വെച്ചാലും നല്ലതാണ്. ഇത് അരപ്പൊടി ഇട്ടിട്ട് ലേശം വെള്ളം കൂടെ ഒഴിച്ച് സ്റ്റവിൽ വെക്കാവേ. എന്നിട്ട് വെന്ത് കഴിയുമ്പോഴത്തേന് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കുറച്ച് കുടംപുളിയുടെ കുറച്ച് പുളിക്കായിട്ട് അതും കൂടി ഇടണം കേട്ടോ. എന്നാലേ ഒരു ടേസ്റ്റൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങളിങ്ങനെയൊക്കെയാണോ വെക്കുന്നത്? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഞാൻ കണ്ടത് ഇതിങ്ങനെ മീനിനകത്തിട്ട് ഇളക്കി കുറച്ച് ലേശം വെള്ളം കൂടി ഒഴിക്കട്ടെ. ഇത് വേകാനുള്ള കുറച്ച് വെള്ളമാണ്. സ്പൂൺ കൊണ്ട് ഇളക്കാൻ ഞാനിപ്പം കൈ കൊണ്ടാണ് എടുക്കുന്നത്. ലേശം കറിവേപ്പില ഇതുണ്ടോ, കുടംപുളി 2 പീസ് കൂടി വെച്ചിട്ട് അടച്ചു വെച്ച് വേകട്ടെ. ഇനി ആ മീൻ വറക്കാനായിട്ടാണ് കുറച്ച് വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി ഇത് 3 ചതച്ചെടുത്തിട്ടുണ്ട്. ആദ്യം കിട്ടിയ പാത്രം എന്ന് പറഞ്ഞാൽ മഞ്ഞൾ പാത്രമാണ് കേട്ടോ. ആ കിട്ടിയ ക്രമത്തിൽ അങ്ങ് ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി പൊടിച്ച ഇരിപ്പുണ്ട്, പക്ഷെ ടിന്നിലോട്ടിട്ട് വെക്കണം. ഇനി കുരുമുളക് ഞാൻ പൊടിച്ച് വെച്ചതാണ്. കുരുമുളക് പൊടി, ഉപ്പ്, എല്ലാം മനക്കണക്കാണ്. എനിക്ക് പ്രത്യേകിച്ച് കണക്കൊന്നും അറിയത്തില്ല. ഞാൻ തന്നെ സ്വയം എൻ്റെ മനസ്സിനകത്ത് പറയും ഇത്രയും വലിയ പാചകക്കാരിയൊന്നും അല്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയണേ. അപ്പം നന്നായിട്ട് ഇളക്കാം. അരപ്പൊക്കെ പിടിച്ച് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം. അത്രേ വെക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഫ്രൈ ആക്കുവാങ്ങ്. പിന്നെ സാമ്പാർ ഇരിപ്പുണ്ട്, പയറിരിപ്പുണ്ട്, ഒരു തോരൻ കറി ഇരിപ്പുണ്ട്, മീൻപീരയും മീൻ വറുത്തതും. ഇത്രയാണ് ഇന്ന് വൈകിട്ടത്തെ അത്താഴത്തിന്. അപ്പം മീൻ പീര റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് കേട്ടോ. കുറച്ച് കുടംപുളിയും കൂടി ഇടുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ഇനി ഇത് ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. കറിവേപ്പില ഇട്ടപ്പോൾ നന്നായിട്ട് പൊട്ടുന്നുണ്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ആക്കാനുള്ള മീൻ അങ്ങോട്ട് കോരി ഇട്ടേക്കാം. ഈ പാത്രത്തിൽ ഈ അപ്പച്ചെമ്പിൻ്റെ അടുപ്പാണ് പറ്റുന്നത്. ഇതങ്ങ് വെച്ചേക്കാം. അതവിടെ ഒന്ന് വേകട്ടെ. ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്.
ഇത് സാമ്പാറാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ശുഭരാത്രി.